ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബുധനാഴ്ചയാണ്, അയ്യങ്കാളി ജയന്തിയാണ്, മക്കൾക്ക് ലീവാണ്. അപ്പോ അയ്യങ്കാളി ജയന്തി ആയപാടെ ഇന്നെന്താ ഘോഷയാത്ര ഉണ്ടാവുക? ശ്രീകൃഷ്ണ ജയന്തിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അയ്യങ്കാളിക്കൊന്നും ആക്കോന്ന്. ആരാ ചോദിച്ചേ? ജാൻകുട്ടി. അതേ ജാനു ഏട്ടനാ ചോദിച്ചേ? ജാൻകുട്ടിയല്ലേ ചോദിച്ചേ? ഏട്ടന്റെ സംശയല്ലേ? ശ്രീകൃഷ്ണജയന്തിക്ക് മറ്റേ ജാതിയും പരിപാടിയിലുണ്ടല്ലോ, അതുകൊണ്ട് അയ്യങ്കാളിക്കൊന്നും ഉണ്ടെന്നാണ് ദേവട്ടന്റെ വിചാരം. അയ്യങ്കാളി എന്താണ്? അപ്പൊ ഇന്ന് ലീവായതുകൊണ്ട് മമ്മി പറഞ്ഞ് ഇന്നൊന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകാം. അപ്പൊ നമ്മളിവിടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകണം, സാധനം കുറെ വാങ്ങാനുണ്ട്. കുറച്ചായാലും നമ്മള് പോയിട്ട് ഇവര് പറയുന്നത് കണ്ണൂർ സെക്യൂറെ പോവാ എന്നാണ് പറഞ്ഞത്. ലേറ്റ് ആയതാണെങ്കിൽ അടുത്തുള്ള മയിലുള്ള സൂപ്പർ മാർക്കറ്റിൽ പോകുന്നതാണ് ഇവള് പറയുന്നേ. ഏതിലാ ശരിക്കും പോകാൻ ഇഷ്ടം? നോക്ക്, കണ്ണൂർ സെക്യൂർ പോകാൻ ഇഷ്ടം. അത് പോകാൻ വേണ്ടി കണ്ണൂര് അവിടെ സെക്യൂർ പുതിയ മാളാണ് തുടങ്ങിയത്. കുറച്ചായിരുന്നു തുടങ്ങിയിട്ട്. എന്നാലും ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന മാളാ അത്. കുറച്ചുകൂടി അവിടെ ഉള്ള മാളിനെക്കാട്ടി കുറച്ചുകൂടി വലുതാണ്. അതുകൊണ്ട് തന്നെ അവിടെ കുട്ടിയൊക്കെ കളിക്കേണ്ടതെല്ലാം കുറച്ചുകൂടി സ്പെഷ്യൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ ഇഷ്ടം അങ്ങോട്ടേക്ക് ചാട്ടാന്ന് ഇവരെ പരിപാടി. ഓ ശരി, അപ്പൊ നോക്കാം, പോകാം നോക്കിട്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അതിന്റെ ചെറിയൊരു സങ്കട വാർത്ത ഉണ്ടായി 2 ദിവസം മുമ്പ്. മമ്മി പറയുന്ന സങ്കട വാർത്ത ജാനുവിന്റെ, നമ്മളെ ജാനുട്ടി മോളെ. ജാനുട്ടിക്ക് നല്ല പനിയായിരുന്നു. 2 ദിവസം പനിച്ച്, എന്നിട്ട് ഇവിടെ അടുത്ത് കാണിച്ച്, എന്നിട്ട് മാറ്റമില്ലായിട്ട് കണ്ണൂര് കൊണ്ടുപോയി കാണിച്ച്, എന്നിട്ടാണ് കുറഞ്ഞത്. കണ്ണൂര് നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്, ഷേണായി ഡോക്ടർ. ഓർക്കൊക്കെ പോയിക്കുന്നല്ലേ ഇറക്കുമല്ലേ, പെട്ടെന്ന് ഒരു 2 ദിവസം അടിക്കുമ്പോൾ തന്നെ കുറയും. പക്ഷെ ജാനു സത്യം പറഞ്ഞാല് 2 വട്ടം കുടിച്ചിട്ട് മാറിയിട്ടില്ല. പക്ഷെ മാറാണ്ടിരിക്കാൻ കാരണം എന്തായിരുന്നു? നമ്മളെ ക്ലിപ്പ് ഉരുവല്ല. മാറാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയുക? നമ്മൾ ആ സമയത്താണ് വടകരൊരു കല്യാണത്തിന് വന്ന്. അപ്പോൾ ചെറിയൊരു ടൂർ പോലെ തന്നെ ആക്കി. നമ്മളവിടെ റിസോർട്ട് റൂം എടുത്ത് വെള്ളത്തിൽ നിന്ന് കളിയെല്ലാം കളിച്ചിട്ട് അങ്ങനെ ജാനുവിന്റെ അസുഖം കുറച്ച് മാറാൻ വൈകിയല്ലേ ജാനു? പക്ഷെ ഇതില് ഭയങ്കര സങ്കടമായത് ജാനു. എന്നാ നമുക്ക് ഏറ്റവും സങ്കടമായത് കഞ്ഞിയല്ലേ? ജാനുവിന് പനിച്ചപ്പോ 2 ദിവസം കഞ്ഞി അവിടുത്തെ. അപ്പൊ ജാനു ആകെ കഞ്ഞി കുടിച്ചിട്ട് മതിയായില്ല ജാനു. ഒന്നാമതൊക്കെ കഞ്ഞി എന്ന് പറയുന്നത് ഇഷ്ടേ അല്ല. നോക്കുമ്പോ പനിച്ചിട്ട് ഇതന്നെ ഡെയിലി 3 നേരം എന്ന് പറയുന്നത് കഞ്ഞി. നിനക്ക് കഞ്ഞി അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഒരു സാധനം തരും. എന്നിട്ട് ഇവളെ കഞ്ഞിനോടുള്ള ആ ഒരു വെറുപ്പായിട്ട് ഞാൻ പറഞ്ഞു, ഇനി മുതൽ കുറിച്ചൊക്കെ കളിച്ചാ എല്ലാവർക്കും കഞ്ഞി തരും. അല്ല ജാനു? ജാനു ഇന്ന് രാവിലെ കൂടി കഞ്ഞി തരും. അയ്യോ കഞ്ഞി വേണ്ടേ. അത് ചേട്ടാ, ചേട്ടന് കഞ്ഞി കൊടുക്കല്ലേ? വേണ്ട. സത്യം പറഞ്ഞാല് ഈ പനിക്കുന്ന സമയം വായിക്കൊന്നും രുചി ഉണ്ടാവില്ല. ആ സമയത്തോ തീരെ രുചിയില്ലാത്ത, തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനം കഞ്ഞി. അതും കൂടി പിന്നെ കണക്ക്. ആകെ 3 ദിവസം പനിച്ചാണ്. 10 ദിവസമായി ആ കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ട്. ആരും ജാനു രാവിലെ പറഞ്ഞല്ലേ, 10 ദിവസമായി കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് അത്രയും ഇത് വെറുത്തിട്ട് എന്നാ 3 ദിവസം കുടിച്ചത് 10 ദിവസം കുടിച്ചാലും ഒക്കെ തോന്നുക. അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ ഛർദിച്ച് രാവിലെ തന്നെ ഛർദിച്ചല്ലേ? ഛർദിച്ച് കഴിഞ്ഞിട്ട് എന്നാണ് ചോദിക്കുന്നത്, അനക്ക് എന്നാ അമ്മയെ തിന്നാൻ തരുവാ? എന്താ മോളെ കഞ്ഞി വേണ്ട കേട്ടാന്ന്. കഞ്ഞി വേണ്ട, വേറെ എന്തെങ്കിലും. അതുകൊണ്ട് ഓള് വെച്ച് അനക്കും കഞ്ഞി അവളി കറക്കി തരാം. ഇനി പഠിക്കുമ്പോ ബ്രെഡ് വാങ്ങി തരാം കേട്ടോ. രാവിലെ ഛർദിച്ച് കോലം കാണണ്ട മോളെ. 2-3 വട്ടം ഛർദിച്ച്. അയ്യോ ഓറസും കൊടുത്ത് ഒരു ഗുളികയും കൊടുത്തായിരുന്നു. ഛർദിന്റെ ഒരു ചെറിയൊരു ഗുളിക അല്ലേ? അത് വാങ്ങി കൊടുത്തിന്. പിന്നെ ഓറസ്, ഇപ്പൊ ഓറസിലൊരു ഫ്രൂട്ടി പോലെ കണ്ടപാട് സമാധാനം. ഓ ഇതെന്തോ കുടിക്കേണ്ട നല്ല സാധനം വെച്ചിട്ട് നമ്മള് ഇവക്ക് ഓറസ് ഇഷ്ടായിട്ടില്ല. ശരിക്കും കാണാൻ നല്ലുണ്ട്. ഫ്രൂട്ടിന്റെ ഒരു പാക്കറ്റിന് അതിന് ഒരു പൈപ്പെല്ലാം പഠിച്ചിട്ട് കുത്തിയിട്ട് സ്ട്രോ വെച്ച് കുടിക്കേണ്ട സാധനം. അല്ല ഇതൊക്കെ ജാനു പറഞ്ഞിരുന്നോ അനക്ക് പഠിച്ച സമയത്തേക്ക് ഇതൊന്നും കൊണ്ടു തന്നില്ല. നിങ്ങളെന്താ അനക്ക് മാത്രം ഒന്നും കൊണ്ടുതരാൻ കൊണ്ടുകൊടുത്തു. അല്ല ജാനു, ഓക്ക് പനിയല്ലായിരുന്നു, ഛർദിയായിട്ടല്ലേ?
ഓറസ് സാധാരണ പാക്കറ്റിൽ എടുത്ത് മുമ്പുണ്ട് എന്നിട്ട് കലക്കി കുടിക്കുന്നില്ല. ഇപ്പാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇങ്ങനെ അതോ ഫ്രീസറിൽ വെച്ച ഫ്രൂട്ടി എങ്ങനെയാണ് അതേപോലെ തണുപ്പിച്ചിട്ടാണ് ഈ ഫ്രൂട്ടി വരുന്നത്. ഓറസിന്റെ ഫ്രൂട്ടി ഛർദി വന്നിട്ട് പിന്നെ ഛർദിച്ചിട്ട് നമ്മള് പിന്നെ ഛർദിച്ചിട്ടപ്പ അതിന്റെ ആ ചൊയ കൊണ്ട് ഛർദിക്കാൻ. സത്യം പറഞ്ഞ ഇവക്ക് ഛർദി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കുറച്ചായില്ലല്ലോ, ഒരു ദിവസം കഴിഞ്ഞില്ലേ വേഗം മാറൂല്ലേ. അത് ആ ഗുളിക കൊടുത്തോണ്ടല്ലേ ഛർദിന്റെ ഗുളിക കാണിച്ചിട്ടില്ലേ. ഞാൻ സത്യം പറഞ്ഞ ഡോക്ടറെ കാണിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. പിന്നെ രാവിലെ ഛർദി തുടങ്ങിയ പാടല്ലേ. അപ്പൊ ഞാൻ നേരെ മെഡിക്കൽ ഷോപ്പ് പോയിട്ട് ഓറസ് വേണം വന്നു. അപ്പോൾ അവിടുത്തെ മെഡിക്കൽ ഷോപ്പ് ഓർ വെച്ച് എന്താന്ന് വെച്ചാൽ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോൾ ഓർ പറഞ്ഞു ഞാൻ പറയുന്നത് ഛർദിയാണ്, അപ്പൊ അതിനെന്താ കൊടുക്കേണ്ടത്, ഈ ഓറസ് മതിയെന്ന് ചോദിച്ചു. ഓരോന്ന് ഛർദി ആണെങ്കിൽ ഛർദിന്റെ ഒരു ചെറിയ ഗുളിക വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ വന്നപ്പോൾ പിന്നെ ശരി അത് കൂടി ആയിക്കോട്ടെ പറഞ്ഞ് ഛർദി ഉണ്ടെങ്കിലേ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ വാങ്ങിയത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരിക്കൽ കൂടി ഛർദിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ചെറിയൊരു ഗുളിക, അത് 3 പൊട്ടിച്ചിട്ട് അതിന്റെ ചെറിയൊരു പീസാണ് നോക്കി കൊടുത്തത്. അപ്പോൾ കൊടുക്കുമ്പോൾ വെച്ചാല് വെള്ളം അധികം വയറ്റിലെത്തിക്കണ്ട, ഇത് എത്താനുള്ള വെള്ളം മാത്രമേ കുടിക്കണ്ടൂ എന്ന് പറഞ്ഞു. നീ അങ്ങനത്തെ കൊടുത്തല്ലേ. അതും കുടിച്ച് പിന്നെ കഞ്ഞോളം കുടിച്ചില്ല. ഇല്ലില്ല ആ മരുന്ന് കുടിച്ചപ്പോ കൂടുതൽ അവിടെ സ്റ്റക്കായില്ല. പിന്നെ ഛർദിക്കാൻ വന്നിട്ടില്ല, കുറച്ച് നേരം കിടന്ന്. പിന്നെ ORS എടുക്കും. ORS കുടിച്ച് അത്ര വരെ ക്ഷീണമുള്ള ആളാണ്, കിടന്ന ആളാണ്. ORS കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളെ അച്ചുട്ടൻ വീണ്ടും പണ്ടത്തെ പോലെ പുലിക്കുട്ടി പാടെന്നാലേ പറഞ്ഞേ അനക്ക് ബോറടിക്കുന്നു സ്നേഹിക്കാനായിട്ട് കളിക്കാൻ പോവാ നമുക്ക്. ഇപ്പൊ കളിക്കണ്ടപ്പാ, ഇപ്പൊ നമുക്ക് മക്കള് പോണ്ടല്ലോ, മാള് പോണ്ടല്ലോ. വേഗം അമ്മമ്മേന്റെ അടുത്ത് വേഗം പോയിക്കോന്നിട്ട് എല്ലാം എടുത്തിട്ട് പോയി. ഇവളെ മെയിൻ ഇരകള് അച്ചാച്ചനും അമ്മമ്മയാണ്. സ്നേഹിക്കല്ലായിരുന്നു സംഗതി മനസ്സിലായി. ഏണിയും പാമ്പും അതിന്റെ കരു എടുത്തിട്ട് പോക്കുണ്ട് അച്ചാച്ചന്റെ അപ്പന്റെ റൂമിൽ. എന്നിട്ട് കട്ടമൽ ഇരുന്നിട്ട് അച്ഛമ്മേനെ അച്ചാച്ചനെ ബെലിച്ചിട്ട് കളിപ്പിക്കില്ലാന്ന് ഇവളെ പരിപാടി. ഇവളെന്നെ കളി കംപ്ലീറ്റ്, അപ്പുറം ഇപ്പുറം കളിയല്ലേ ഇവളെന്നെ. അമ്മമ്മ ഫോണാകുമ്പോ അഞ്ഞ വെപ്പിക്കുന്നു, അമ്മമ്മക്ക് വെക്കാൻ അറിയാം. എന്നിട്ട് എപ്പോഴും അഞ്ഞോട് വെക്കാൻ പറയൂ. അമ്മമ്മക്ക് ഇവളപ്പുറം കളിച്ച് മടുക്കും പയ്യ. ഇവക്ക് മുമ്പിൽ ഒരാള് മതി എതിരാളി. കളിയല്ലേ ഇവളെന്നെ കളിക്കും, മക്കളെല്ലാം തന്നെ. പക്ഷെ ഇടക്കൊരു തട്ടിപ്പെല്ലാം കളിക്കുന്നത് പപ്പ കണ്ടിരിക്കും. ഞാൻ താഴെ ഇവളെ വേണ്ടിരിക്കാന്ന് അറിയോ, ഈ എണിപ്പാൻ വിളിക്കുമ്പോ ഫസ്റ്റ് ഒന്നിൽ കയറണ്ടെങ്കില് ഈ അല്ലെ ഈ കരുവില ഒന്ന് വരണം. ഇവള് അത് സുഹൃത്തിനെ ഞാൻ പറഞ്ഞാ അറിയുക. ഇവിടെ ഒന്ന് വരുമ്പോഴേ കരുവെടുത്ത് താലിട്ടിട്ട് ഈ സോഫയുടെ ഉള്ളിലേക്ക് ഇടുകയില്ല, ഇങ്ങനെ ഉരുട്ടങ്ങ് പോകില്ല. ഇവിടെ വല്ല അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മറിച്ച് ഒന്നാക്കിട്ടാകുമ്പോ അച്ഛമ്മ ഇതാ ഒന്നേന്നും പറഞ്ഞിട്ട് കാണിച്ചെടുക്കും. അതന്നെയല്ലേ സത്യം. മോനൊക്കെ തന്നെയല്ലേ അതെയാ ഏട്ടത്തൂരിന് മതിയാക്കിയതാ. ഞാൻ തോറ്റിട്ട് പോകുമ്പോ ആദ്യം പോകട്ടെന്ന്. ഓള് തോറ്റ് കഴിഞ്ഞാ പിന്നെ ഓക്ക് കളി മാറും. ഓള് ദേഷ്യം വന്ന് എല്ലാം ചാടിട്ട് സങ്കടായി ദേഷ്യം എല്ലാം ചാടിട്ട് അച്ഛനെ പോക്കാം. പിന്നെ കാണൂല അശ്വിന എവിടെയെങ്കിലും പോയി കടന്നിട്ടുണ്ടാവും അല്ലേ സങ്കടായിട്ട്. എന്തായാലും അച്ഛമ്മ കാണും ഇവള് ഉടായിപ്പല്ലേ. ഇവളെങ്ങനെ കളിക്കറിയോ, മെല്ലെ എടുത്തിട്ട് കടക്കാട്ടിട്ട് നോക്കും അച്ഛമ്മ നോക്കുന്നുണ്ടോ. ഇല്ല എങ്കിലും മറ്റേ സ്റ്റെപ്പ് മറ്റേ ഏടിയമ്മ കയറിട്ടൊരു പോക്ക്, അതാ ജയിക്കലും. നല്ല രസം ഇവരെ കളിയാടാൻ വേണ്ടിട്ട്. അപ്പൊ അതാണ് അച്ചുവിന്റെ വിശേഷം. അച്ചുവിന് ഛർദി ആയതാണ് അച്ചുവിന്റെ വിശേഷം. പിന്നെ ഇത് നമ്മളെ ദേവൂട്ടൻ എപ്പാ പനി വരുവാന്ന് പേടിച്ചിട്ട് നിൽക്കുക. നല്ല ദേവിട്ടാ ജലദോഷം ഉണ്ടാവണേ. എന്റെ ഷോപ്പിൽ വന്നിട്ട് ചൂടുവെള്ളം ഉണ്ടാവും അവിടെ, എന്നിട്ട് അത് കുടിച്ചെടുത്താ അത് ശരിയായി നിന്ന് തന്നെ. അതാ ഇവിടുന്ന് ചൂടുവെള്ളം കുടിച്ചാൽ മതി. ഇവരെല്ലാരും പച്ചവെള്ളത്തിന്റെ ടീമാണ്. ഞാൻ മക്കൾക്കെല്ലാം പച്ചവെള്ളം കൊടുക്കല്. ഇവള് ഫ്രിഡ്ജിൽ നിന്ന് തണുത്തോളം എടുത്തെല്ലാം കുടിക്കും. പക്ഷെ എല്ലാരും അങ്ങനെ തന്നെയാണ്, തണുത്ത വെള്ളം അപ്പാടെ എടുത്തോ അപ്പാട് കുടിക്കാം. രാവിലെ എണീച്ചവളുണ്ടോ തണുത്തോളം കുടിക്കും. അതെന്തായാലും ജലദോഷം പിടിച്ചാലും വേണ്ടിയില്ല, പനിച്ചാലും വേണ്ടിയില്ല, പച്ചവെള്ളം തന്നെ എടുത്ത് കുടിക്കും. പക്ഷെ ഇത് നമ്മള് ചെറുതിനെ കൊടുത്ത് ശീലിച്ചോണ്ട് അവർക്ക് അങ്ങനെ പ്രോബ്ലം ഇല്ല. പനിക്കുന്നതോ അല്ലെങ്കിൽ ജലദോഷം അങ്ങനെ
പൊട്ടന്നൊന്നും വരത്തില്ല അല്ലേ ഉണ്ണി? ഇല്ല ഇല്ല അങ്ങനെയൊന്നും അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മളത് ശീലിപ്പിച്ചോണ്ടേ. അത് എവിടെ പോയാലും നമുക്ക് അതുകൊണ്ട് പച്ചവെള്ളം തന്നെ മതി. ചൂടാക്കിയിട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അത് ഇങ്ങോട്ടും പച്ചവെള്ളം ഇങ്കോനി ഇല്ല കൊടുക്കാൻ തുടങ്ങിയ ഇല്ലാന്ന് തോന്നുന്നു. അത് അനിയത്തിന്റെ മോണ്ട് കുഞ്ഞ് ഇങ്കോന്ന് വിളിക്കുക, ഇങ്കോ മോൻ. അപ്പൊ ഓനും പച്ചവെള്ളം കൊടുക്കലുണ്ടെന്നോ ചോദിച്ചേ മോള്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ നമുക്ക് പോവാം അതേപോലെ മോളിലേക്ക് കൊണ്ടല്ലേ. സമയം വേസ്റ്റ് ആക്കണ്ട, നമുക്ക് വേഗം പോവല്ലേ. പിന്നെ കഴിക്കാനും പറ്റൂല. അതിനാണ് മെയിൻ ആയിട്ട് സാധനം വാങ്ങലല്ല ഉദ്ദേശം, നമുക്ക് കളിക്കണം. ഓടിപ്പോയി അതാണ് ക്ഷീണെല്ലാം ഞാൻ പറഞ്ഞ മാറിയാ മോളെ, മാറിയിട്ടുണ്ടെങ്കിലേ പോകണു. എല്ലാം മാറി, എന്റെതെല്ലാം പോയി തന്നെ അല്ലേ. ആള് പോവാൻ വേണ്ടിട്ട് പറയും അസുഖം മാറി. ഓളും അങ്ങനെ തന്നെയാണ്. ഓള് നമ്മള് റിസോർട്ടിൽ പോയിട്ട് സ്വിമ്മിംഗ് പൂള് തുള്ളാനായിട്ട് ഇവളൊന്നും അറിയാവാ അത്ര ഒരു ക്ഷീണം പിടിച്ചിരുന്നോളാന്നെ. ഞാൻ പറഞ്ഞു മോക്ക് ക്ഷീണമില്ലേ മോളെ സ്വിമ്മിംഗ് പൂൾ ഇറങ്ങണ്ടത്. എന്നാലും എണീച്ചിട്ട് ഒരു തുള്ളു ക്ഷീണെല്ലാം മാറിയത് മറ്റേ ചീച്ചോടൊരു പോക്കാണ്. ബറച്ചിട്ടാണ് സ്വിമ്മിംഗ് പൂളിന് പുറത്തേക്ക് ഇറങ്ങുന്നു മൊത്തം പറയായിട്ടല്ലേ. പക്ഷെ ഇങ്ങനത്തെ മാറിയിട്ടല്ലേ. പിന്നെ കുഴപ്പമൊന്നും ഇവിടെ വന്ന് ഒരു വർക്കൗട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഓലിതാ വീണ്ടും പണ്ടത്തെ പോലെ തന്നെ പുലിക്കുട്ടി ആയിട്ടുണ്ട്. ഇപ്രാവശ്യം കുറച്ചധികം ദിവസം പഠിച്ചു, അല്ലെങ്കിൽ ഓളത് വേഗം മാറുന്നുണ്ട്. ഓരോ ടൈപ്പ് പനിയല്ലേ, അങ്ങനെ പെട്ടെന്ന് മാറും. ഇപ്പത്തെ പനി അങ്ങനെയൊന്നും കൊറേ ആൾക്ക് പറയുന്ന കേട്ടു. പക്ഷെ അല്ല നമുക്ക് എന്നാലും 3 ദിവസത്തിലുണ്ടായിരുന്നു, 3 ദിവസം അത്രയുണ്ടായിരുന്നു 5 ദിവസമായിട്ടുണ്ടായിരുന്നു പനിച്ചില്ല അല്ലേ. പക്ഷെ ആ ഗുളിക കൊടുക്കുന്ന ഒരു ടെമ്പറേച്ചർ ഇല്ലല്ലോ, ചൂടുണ്ടായിട്ടില്ല. പക്ഷെ ഗുളികയും കൊറേ കുടിച്ചിന്. രാത്രി ആകുമ്പോ അങ്ങനെ ഒരു ദിവസം കുടിച്ചാൽ തന്നെ കുറയും, പിന്നെ നമ്മളങ്ങനെ ഗുളിക കൊടുക്കില്ല. പിന്നെ ദേവ വേറെ പറയണ്ട, മോനെന്നാ പറയാനുള്ള മോനെ. ഇവ വീഡിയോയിലൊന്നും അത്ര ആക്റ്റീവ് ആവില്ല. ഇവനുണ്ടല്ല ചെറിയൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാല് ആള് നല്ല മടിയനാണ്, ഇച്ചിരി നാണം കുണിയാണ്. അതെ അപ്പൊ പറയട്ടെ, ഇവന്റെ സ്കൂളിലുണ്ടല്ല ഇവനല്ലേ, ഇവന്റെ മിസ് ഇവന്റെ ചങ്ങയമാരെല്ലാം പറയാ ദേവ് ആള് ഓടാനും ചാടാനെല്ലാം ഭയങ്കരാണ്. പക്ഷെങ്കില് അല്ലെ മിസ് എന്തെങ്കിലും ചോദിച്ചപ്പാട് പിന്നെ തലയും കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് പാക ഒരു ചമ്പല ഉത്തരം ആരെങ്കിലും ഇവൻ പറയൂല അല്ലേ ദേവാ. ആ നമ്മളെ അങ്ങനെ പറഞ്ഞാട്ടെ വെള്ളം മിസ്സിന് അടിക്കുന്നൊക്കെ ഡയലോഗ് അയച്ചിട്ട് അവിടെ എത്തിയപ്പോ ഉണ്ടല്ല ആട്ട ഓതുന്നു. ദേഷ്യം വരുമ്പോ ആട്ടം പറയുന്നതാണ്. ദേഷ്യം വരുമ്പോ ഇവരാതാ പറയാ മിസ്സിനെ അടിച്ച് ചമ്മന്തി ആക്കുന്നെല്ലാം പറയാ ആശൻ. ഓന് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലെല്ലാം ഉണ്ട് ഡ്രോയിങ്ങിന്റെ. ഇവ പറഞ്ഞിട്ട് മതി യൂട്യൂബ് ചാനൽ ഹോംസ് ഡ്രോയിങ്. പപ്പ ആട്ടൻ യൂട്യൂബ് ആക്കുമ്പോ മാത്രാണ് സംസാരിക്കും, വീട്ടിൽ ആക്കുമ്പോ മോനെ സത്യം പറഞ്ഞ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നല്ലോ. ഓൻ തുടങ്ങി. ഓൻ എന്നോട് ചോദിച്ചു അമ്മ എങ്ങനെയാ തുടങ്ങി. ഞാൻ എനിക്കറിയില്ല മോനെ ഇത് തുടങ്ങാൻ വേണ്ടിട്ട്. മാമനോട് ചോദിച്ചു. മാമൻ പറഞ്ഞു ഈ ചെറുപ്പത്തിലേ ഓനെ ആക്കി കൊടുക്കണ്ട, കുറച്ചും കൂടി വലുതാവട്ടെ എന്നിട്ട് ആക്കാന്നുണ്ടോ. എന്നിട്ട് ഓന് ഇൻട്രസ്റ്റ് പോയിട്ട് ഓൻ ഇതന്നെ ഇതിന്റെ അകത്തെല്ലാം സെർച്ച് ചെയ്യാൻ തുടങ്ങി എങ്ങനെ ആക്കുവാന്നുള്ളത്. അങ്ങനെ ഓൻ തന്നെ കണ്ടുപിടിച്ച് ഓൻ തന്നെ ആക്കിയതാണ്. ഇവ തന്നെ ആക്കി, ഇവൻ തന്നെ അപ്ലോഡും കാര്യമില്ല. ആ സമയത്ത് അനക്കിനെ പറ്റി ഒന്നും അറിയില്ല. എഡിറ്റിങ്ങും എല്ലാം ഓൻ തന്നെ ചെയ്യും. ഇവനെ ഇങ്ങനെ ഒരു തലത്ത് മൊബൈലിലുണ്ടല്ലോ ഭയങ്കര അപ്ഗ്രേഡഡ് ആണ്. എല്ലാം യൂട്യൂബ് പോയി കണ്ടുപിടിക്കാനും ചെയ്യാനെല്ലാം ബെസ്റ്റാണ്. ഞാൻ തന്നെ എന്റെ യൂട്യൂബ് ചാനൽ ചെയ്ത് വെച്ചാൽ ഷോപ്പിലെ സ്റ്റാഫിനോട് പറഞ്ഞ ചെയ്ത്, കാരണം അനക്കതിന്റെ എപ്പിസോഡ് അറിയില്ല. ഇവൻ ഇതെല്ലാം യൂട്യൂബിൽ നോക്കിയിട്ടുള്ള കണ്ടീഷൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. ഇവിടുത്തെ ടിവിയിലൊന്നും ഒട്ടുമിക്കൊന്നും ബൈജോട്ടൻ അറിയില്ല എങ്ങനെയാണ് എല്ലാം ഓൺ ചെയ്യൂ. ഇവരത് പ്രോഗ്രാം ചെയ്യല്, മറ്റേ ഇത് മാറ്റല്, പിന്നെ യൂട്യൂബ് കണക്ട് ചെയ്യല്, മൊബൈല് കണക്ട് ചെയ്യല്, എല്ലാരും ആശാൻ പോണോല്ലേ ആശാനെ. എടാ നിന്നെ പറ്റിയാ പറയുന്നത്, എന്നിട്ട് എന്താ ചിരിക്കാത്ത? ക്യാമറ നോക്ക്, സ്മൈൽ ഇല്ല. എനിക്ക് ജാനു വന്നിട്ടെ. ജാനു എനക്കൊന്ന് പനീന്റെ ചെറിയ ക്ഷീണം ഉണ്ടോന്ന് അറിയില്ല, അത്ര ഒരു ആക്റ്റീവ് ആവുന്നില്ല ജാനു. ഒന്നാമത് ഓക്കാന്ന് ഫാമിലി വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. സാധാ വീഡിയോ ഒക്കെ നോക്കലും നിൽക്കുന്നു, ഷോർട്സിലൊന്നും നിൽക്കില്ല. ഷോർട്സ് എടുക്കാൻ പോലും കൂടെ എനിക്കിഷ്ടമല്ല ഒരു കരയുന്ന വീഡിയോ പറ്റൂല, ഓക്കെ ഹാപ്പി ഉള്ളതേ പറ്റൂല. അത് ജാനു അങ്ങനെ പറഞ്ഞാട്ടെ. എന്താ അങ്ങനെ എന്നാലും പറയപ്പാ അങ്ങനത്തെ ഒന്നും നിൽക്കൂല. ഇവള് കരയാൻ വിടൂല, ഏട്ടനെ കരിപ്പിക്കാൻ വിടൂല. കരയുന്ന വീഡിയോസ് ഒന്നും ഇവർക്ക് പറ്റൂല, എന്നാലും ഇവള് കുഴപ്പമാക്കൂ. ഞാൻ ഇല്ലാതെ പറ്റി പോവും. അതില് അച്ചു വന്നേ. അതുകൊണ്ടാണ് ഇവള് വീഡിയോസിലൊന്നും അധികം ഇല്ലാത്തത്. ഇവളെ വീഡിയോയില് ഇവള് നിൽക്കൂല കൂടുതലും. ഞാൻ പറഞ്ഞിട്ടല്ലെങ്കിൽ എന്നാ അതുകൊണ്ട് വാങ്ങിത്തരാനും മറ്റെല്ലാം നിർത്തിക്കുക സാധാരണ തന്നെ. അതിലും മാത്രം ഇതാ അടുത്ത ആള്
പപ്പേന്റെ കൈ പിടിച്ചോണ്ടോ ആ പപ്പയെ വീഡിയോ എടുക്ക് ഒരു കുഴപ്പാക്കിട്ട് കൊണ്ടുപോകേണ്ട അച്ഛനോട്. എന്നിട്ട് പറയും മമ്മിക്ക് വരെ ഇത്ര താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ നമ്മളെ കൂടുതൽ അതാ പപ്പ വിളിച്ചിട്ടില്ലെങ്കിൽ അച്ഛൻ പപ്പനെ ഒന്ന് വിളിക്കണ്ടേ. അച്ഛൻ പപ്പനെ വിളിച്ചിട്ടുണ്ട് ആ പപ്പ വീഡിയോ കൊണ്ട് മൊബൈലിൽ എടുത്തിട്ട് ഇവിടെ വരും. എന്താ അറിയാ സ്കൂളിൽ ഫ്രണ്ട്സ് കാണലുണ്ട് വീഡിയോ. പിന്നെ ടീച്ചേഴ്സ് എല്ലാം കാണുന്നുണ്ട്. എനിക്ക് വന്നിട്ട് നല്ല അഭിപ്രായം മോള് നല്ലോണം അഭിനയിക്കുന്നുണ്ടല്ലോ എന്നല്ല പറയും. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടത്. അല്ല ഞാൻ മോളെ ഫ്രണ്ട്സ് ഒന്നും കാണില്ലേ മോളെ വീഡിയോ എന്നിട്ട് ഗുഡ് പറയില്ല. ഓളെല്ലാം അയച്ചു കൊടുക്കും. ഇവര് മൊബൈലിൽ അയച്ചു കൊടുക്കല് ഫോൺ വിളി വീഡിയോ കോൾ എല്ലാം ഹൈ സെറ്റപ്പാണ് കേട്ടാ. നമ്മളൊന്നും ഈ പരിപാടി ഇല്ല. മൊബൈലിൽ എന്റെ ഫ്രണ്ട്സിന്റെ നമ്പർ ഒന്നും ഇല്ല. ഇവളത് ഇവന്റത് മോളത് എല്ലാതും ഒരു 5-8 ഫ്രണ്ട്സ് ഉണ്ട് എല്ലാവർക്കും കൂടി. ഡെയിലി വീഡിയോ കോൾ ആണ്. എനിക്ക് ഫോൺ കിട്ടില്ല. ഇവരെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് തന്നെ ഇവർക്ക് സമയം തികയുന്നില്ല. ജാനു എത്ര ഫ്രണ്ട്സ് ഉണ്ട്? ജാനുവിന് ബസ്സിൽ ഫ്രണ്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന ബസ്സിൽ ഫ്രണ്ട്സ് ഉണ്ട്, ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഉണ്ട്, പിന്നെ സീനിയേഴ്സ് ഫ്രണ്ട്സ് ഉണ്ട്. LKG UKG 1ാം ക്ലാസ്സിലും വരെ ഫ്രണ്ട്സ് ഉണ്ട്. അച്ഛനല്ലേ? ജാനുനോ? നമ്മള് പഠിക്കുന്ന നമ്മളെ ക്ലാസ്സിലുള്ളത് മാത്രല്ല നമ്മളെ ഫ്രണ്ട്സ്. അങ്ങനെയല്ല. ഫ്രണ്ട്സ് ജാനുവിന് ബസ്സിൽ ഫ്രണ്ട് ഉണ്ട്, സ്കൂളിൽ ഫ്രണ്ട് ഉണ്ട്, സീനിയേഴ്സ് ഫ്രണ്ട് ഉണ്ട് അല്ലേ ജാനു? മോളെ പ്രിയപ്പെട്ട ഫ്രണ്ടിന്റെ പേര് പറഞ്ഞാട്ടെ. എന്നാ മോളെ ഇഷ്ടപ്പെട്ട ഫ്രണ്ട് ആരാണോ? ശ്രീലക്ഷ്യ, അനന്യ, ഭൂമിക്ക്. ഇവരിലാണ് ഇവളെ മെയിൻ ആൾക്കാർ. ഗ്രൂപ്പ്, വീഡിയോ കോള്, ചാറ്റിംഗ് എല്ലാ പരിപാടി ഉണ്ടല്ലോ ജാനു. ദേവട്ടാ മോന്റെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞാട്ടെ. പേര് പറ. സായിക്കിരൺ, അഭിദയ് രണ്ടാള്. അച്ഛന്റെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞാട്ടെ. മോളെ ഫ്രണ്ടിന്റെ പേര് അമ്ന, അമ്ന, സഹർഷ, ചിന്നു, ധ്രുവ. ഇതാണ് ഇവരെ ഫ്രണ്ട്സ് കേട്ടാ. എല്ലാരും നല്ല തിക്ക് ഫ്രണ്ട്സ് ആണ്. നല്ല കട്ടൊക്കെ ടീംസ് അല്ലോ അല്ലേ അച്ചു? സീനിയർ ആയിരുന്നു നമ്മളെ. രാത്രിന്റെ ദേവൂട്ടിന്റെ ഏതോ ഒരു ഫ്രണ്ടിന്റെ അമ്മ വിളിക്കുന്നു. മോൻ കൊറേ പ്രാവശ്യം ഇതിന്റെ അകത്ത് വിളിച്ചിന് തോന്നുന്നല്ലേ എന്നാണ്. അപ്പൊ ഇവൻ അതിന് മുന്നേ ഓന്റെ ഫ്രണ്ടിനെ വിളിച്ചിന്. ഓന്റെ അമ്മയാന്ന് ഫോൺ എടുക്കല്. എപ്പോ പുറത്താണ്ടാവാ. അപ്പൊ പറഞ്ഞ എപ്പോ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ദിവസം നോക്കുമ്പോ ഇവിടെ ഫോട്ടോ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിന്. ഓളെ സെൽഫി എടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിന്. ഭയങ്കര സെറ്റപ്പാന്നല്ലേ. മക്കളെന്തായാലും മൊബൈലുണ്ട്, മൊബൈലിനെ കൊണ്ട് ഇവരൊക്കെ സജീവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റിങ് പരിപാടി എല്ലാം ഉണ്ട്. എല്ലാം നല്ല പരിപാടി അല്ലേ മമ്മി? അപ്പോഴൊരു കാര്യം ചെയ്യാം. അപ്പൊ നമ്മളെ ഇന്നത്തെ കാര്യമായ പരിപാടി നമ്മള് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ പോവുക, കളിക്കുന്ന സ്ഥലത്ത് പോക്കല്ല നമ്മളെ പരിപാടി അല്ലെ മമ്മി? എന്നാ നമുക്ക് കൂട്ടുവിടുന്ന അതവിടെ ദേവ കൂട്ടുവിടണേ. ദേവ് ഓക്കെ. അയ്യോ ഇരുടായില്ലേ. സമയം ഇപ്പൊ 7 മണിയായിട്ടുണ്ട്. അപ്പൊ ഇന്ന് മക്കൾക്ക് ലീവ് ആയതുകൊണ്ട് മക്കളെയും കൂടി നമ്മള് നേരിതാ സൂപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് മാളിലേക്ക് പോകുന്നു. ഓക്കെ, ബൈ ബൈ. നമ്മളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 8 കിലോമീറ്റർ അപ്പുറം മയ്യിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മാളുള്ളത്. ഇത് ഇവിടെയുള്ളതുകൊണ്ട് നമുക്ക് സുഖം. മക്കളെയും കുട്ടി ഒന്ന് കറങ്ങാൻ പോകാനും ഒന്ന് കളിക്കാനും ഒന്ന് ചുറ്റിക്കറങ്ങാനൊക്കെ ഇവിടെ വന്നാൽ മതി. ഇതിവിടെ ഇല്ലെങ്കിൽ നമ്മൾ നേരെ കണ്ണൂർ വരെ പോകേണ്ടി വരും. നോക്കിയേ അച്ചു എടെത്തിയേ. അപ്പൊ നമ്മളെത്തിയിട്ടുണ്ടേ. ശരിക്കും നമ്മളെത്തി 1 മാസത്തോളായിരുന്നു അല്ലേ? ഇങ്ങോട്ട് വരാത്ത സാധാരണ ടൗണിലാണ് പോക്കിപ്പോ കുറച്ചായിട്ടുള്ള. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇന്ന് കുറച്ച് സന്തോഷം കൂടുതലാണ്. കാരണം കുറേ ആയിട്ട് ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക താല്പര്യം. ഇതാ നമ്മള് നടക്കുന്നതിന് മുമ്പേ അവരൊക്കെ നടന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് സാധനം വേണ്ട പരിപാടി നോക്കല്ലേ. ജാനു എന്താ പറയാ, ഹാപ്പിയാണോ?
ഹാപ്പിയാണോ? ഹാപ്പിയാ? ശരി ശരി. അച്ചോട്ടിന് മുമ്പിൽ എടുക്കുന്ന അന്യനെ പോലെ അതാ ഓടുന്ന അച്ചോട്ടൻ മുമ്പിലോടിയാണ്. അതാ ജാനും പായുന്നുണ്ട്, ഏട്ടനും പായുന്നുണ്ട്, എല്ലാവരും ഓടിയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ ഓരോന്ന് മക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. സമയം പോകുന്നറിയില്ല, പീടിയുള്ള പോയിട്ട് ഇങ്ങനെ സാധനം ഓരോ നോക്കി എടുത്ത് പിടിച്ച് അങ്ങനെ അങ്ങ് നേരം കൂട്ടല്ല. ഒരു രസം. ഓക്കെ മക്കളെ കയറിക്കോ. അപ്പോൾ നമ്മളെ പർച്ചേസ് തുടങ്ങിയ ഇതാ മക്കൾ ഏറ്റവും പ്രധാനം തന്നെ ഈ വണ്ടി എടുത്ത് ഇങ്ങനെ ഉരുട്ടി കളിക്കലാണ് ഇവരെ സ്ഥിരം പരിപാടിയെ. അച്ചുല്ലാതെ എൻ്റെ മുകളിൽ കയറി ഇരിക്കാറുണ്ട്. അവളിപ്പോൾ കുറച്ച് വലുതായതുകൊണ്ട് അങ്ങനെ എൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റില്ല. ഇവരെ മെയിൻ പരിപാടി പപ്പയും മമ്മിയും കാണാണ്ട് ഓരോന്ന് അടിച്ചു മാറ്റി ഇതിൻ്റെ ഉള്ളിൽ ഇടലാണ് പരിപാടി ഇവരെ. ലാസ്റ്റ് ബില്ലടിക്കുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റുക ഞാൻ. ഏതാണ്? കോഫി മേറ്റാ? നല്ല സാധനം എന്നാ നമ്മൾ വാങ്ങിയിട്ടില്ല ഇതുവരെ. എന്നാ പിന്നെ എടുത്തോറാ നമ്മളെ. ആ ഏത്? ആ ഒന്നിക്കോ ഒന്നിക്കോ. എന്നാ ചേട്ടാ എന്തോ ഉണ്ടല്ലോ ഒപ്പിക്കല്. വേണോടാ മധുരം. കണ്ട ഇവളെ പരിപാടി എന്താ അറിയാവാ, അത് കൽക്കണ്ടിയാണ്. അതെങ്ങനെയെങ്കിലും ഈ ട്രോളിൻ്റെ ഇടയ്ക്കെടിയെങ്കിലും കുത്തി വെക്കണം. അപ്പോൾ എന്താ പപ്പൻ്റെ കണ്ണ് പെട്ടുകൊണ്ട് സംഗതി അട പൊളിഞ്ഞ് കയ്യോടെ അട വെച്ചിട്ടുണ്ട്. ഇതായ ഒരു പരിപാടി. ആരും കാണാണ്ട് പപ്പയും മമ്മിയും കാണാണ്ട് എവിടെന്നെങ്കിലും ബിസ്ക്കറ്റ് അകത്തെല്ലാം എടുത്തിട്ട് ഇതിൻ്റെ സാധനത്തിൻ്റെ ഇടയിലെങ്കിൽ തിരികെ വെക്കും. എന്നിട്ട് ബില്ലാക്കുമ്പോൾ അറിയാത്ത പോലെ എടുത്തങ്ങ് അടിച്ച് മാറ്റുകയും ചെയ്യും. അരിയിലുള്ള പേനാ അടുത്ത് കണ്ട് എന്നാ ഇത് ഏടിയുള്ള അരിയിലുള്ള പേന ഇത്? അയ്യോ പൊട്ടിക്കണ്ട, കൊല്ലണ്ട, അതിനെ വിട്ട് ആ കൊല്ലണ്ട. അരിയിലുള്ള പേനെ കണ്ടുപിടിച്ചതിന് മോള്. വെരി ഗുഡ്. അതിലോ ഇതില്ല എന്നാ പരിപാടി ഇത്? വൈറ്റ് കോമ്പോ ഉണ്ടോ? മറ്റേ കേക്ക് മുകളിൽ നോക്കറ എന്താ ഞാനെടുത്ത് കാണുന്നില്ല. ഇല്ല അവിടെ നിന്റെ ഡാർക്ക് കോമ്പൗണ്ട് എന്തായാലും ഇല്ല. തൽക്കാലം വേറെ നോക്കാം നോക്കാലോ. ഇതാ മക്കള് മോളിൽ പോകുമ്പോൾ തിരക്കാക്കുന്നുണ്ട്. കയറണ്ടേ? ബാ ഇതാ പോ. ബാ ഞാനും മോള് കയറണ്ടേ? എടുത്തു ഞാനും മോള് കയറണ്ടേ? അത് ഡ്രസ്സ് അതിട്ട് പോവാ. പിന്നെ പോവാ പിന്നെ ഇത് മക്കൾ അടുത്ത പരിപാടിയാണ് ഈ പെന്ന്, പെൻസിൽ, റബ്ബർ, ഷാർപ്നർ അങ്ങനെയുള്ള ഫാൻസി ടൈപ്പ് എന്തെല്ലോ സാധനം ഉണ്ടാവും ഇവിടെ. ഭയങ്കര സ്റ്റൈലായിട്ടുള്ളതും എന്തെല്ലോ രൂപത്തിലുള്ള റബ്ബർ ഇതെല്ലാം വാങ്ങലാണ് അടുത്ത പരിപാടി. എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് മമ്മീനെ കൊണ്ടും പാപ്പനെ കൊണ്ടും സമ്മതിക്കും ഇവർ. ഭയങ്കര സൂത്രക്കാരായി ഇവർ. ഇതാ എന്തെല്ലാം എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത് ഇവർ. ചാകര ഡ്രസ്സിൻ്റെ ഒക്കെ എത്തുമ്പോൾ മമ്മീൻ്റെ മുഖവാലം മാറുന്നു. മമ്മി പറയപ്പാ എന്തെങ്കിലും ഒരു അഭിപ്രായം പറ. ഓണത്തിന് വന്ന് സ്പെഷ്യൽ മോഡലൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക കാര്യമായിട്ട്. എനിക്കൊന്ന് ഓണത്തിൻ്റെ സ്റ്റോക്ക് ഇപ്പോൾ ഒരു വെച്ചിട്ടുണ്ടാവില്ല. അത് അതിനടുപ്പിച്ചല്ലേ വെക്കുള്ളൂ. ഇതിപ്പോൾ ഓൾഡ് സ്റ്റോക്കിൽ തീർക്കുക ചെയ്യാം. ഉണ്ടാ നോക്ക് എടുത്തു. മറ്റേതൊടുത്തു ജാനു ജാൻ എടുത്തോ. ആ കണ്ട് കളിക്കാൻ വന്നത് എവിടാ? ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. പപ്പ ഇപ്പുറം പോയിനി. നമ്മളെ വെള്ളമാണോ? ബാധി വെള്ളം. ഇത് തന്നെ വെള്ളം, നല്ല വെള്ളം.
അപ്പോൾ നമ്മൾ ഡ്രസ്സും നോക്കി മുകളിൽ പോയിട്ട് മക്കൾ ജോറും കളിയും കളിക്കുന്ന സ്ഥലം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കും മൊബൈലിലെ ചാർജ് വരുന്നത്. ഞാൻ വണ്ടിയിൽ പോയിട്ട് പവർ ബാഗ് കുത്തിയിട്ടാണ് ലാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പർച്ചേസ് പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതാ തിരിച്ചു പോകുമെന്ന്. അപ്പോൾ ഇനി ബില്ലാക്കണം. ഇനി ആടെ എത്തിയാലാണ് ഇവർ എന്തെല്ലാം സാധനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഇറക്കി വെച്ചെന്ന് അറിയാം. മെയിനായിട്ട് മുട്ടായി ഐറ്റംസ്, ചോക്ലേറ്റ് ഇതെല്ലാം ഇവരെ മെയിനായിട്ടുള്ള സംഗതികൾ. പിന്നെ ബിസ്ക്കറ്റ്, അത് പിന്നെ നമ്മൾ എടുക്കാൻ വിടലുണ്ട്. എന്നാൽ ഇവർ കുറേ അധികം എടുത്താളി. ഈ ഓവർ ക്രീമുള്ള, ഓവർ മധുരമുള്ള എല്ലാം അതൊന്നും അങ്ങനെ മക്കൾക്ക് നമ്മൾ കൊടുക്കലില്ല. ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അച്ചുമോള് അവിടെ ഇതാ മുട്ടായിൻ്റെ സെക്ഷൻ കണ്ട പാട് പപ്പേനെ ഇതാ മെല്ലെ തുടങ്ങി സോപ്പിടാൻ വേണ്ടിയിട്ടേ. ഞാൻ എന്തായാലും ഒന്നും വാങ്ങിക്കൊടുക്കില്ല. കാരണം മോളെ പല്ല് നല്ല കേടാണ്. ഇനി മുട്ടായി വാങ്ങിക്കൊടുത്തിട്ട് അതിലും കേടാവാൻ കഴിയില്ല. അവസാനം അവൾ തോറ്റ് പിന്മാറിയേ. പക്ഷേ ഇത് അകിടി എത്തുമ്പോൾ ഇടിയുണ്ട്. കുട്ടികളെ മയക്കാൻ വേണ്ടിയിട്ട് അവിടെ ജംസും മറ്റേ കാരെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇല്ല, ഞാൻ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ. പനി കഞ്ഞി നാളെ കഞ്ഞി. നാളെ പോലെ കഞ്ഞിയാണ് തണുത്തോളം കുടിച്ചിട്ട്. ജാനു ഇന്ന് രാവിലെ വരെ പനിച്ചിട്ട് കിടന്നോളാന്നേ. അപ്പോൾ ഗുളികയെല്ലാം കുടിച്ച് ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ടുണ്ട്. ഇതാ കുടിക്കുന്ന തണുത്ത വെള്ളം. പിന്നെ നമ്മൾ പണ്ടേ തണുത്ത വെള്ളം പച്ചവെള്ളം കൊടുത്ത് ശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് അങ്ങനെ അത് എഫക്റ്റ് ചെയ്യില്ല. പനിച്ചാലും ജലദോഷമുള്ളപ്പോൾ അല്ലേ ഇവർ ഇതുപോലെ പച്ചവെള്ളം എടുത്ത് കുടിക്കലുണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് പ്രതിരോധ ശക്തി കൂടിയും തോന്നും. ഈ പച്ചവെള്ളത്തിൽ ഒരുപാട് ബാക്ടീരിയസ് ഉണ്ടാവില്ല. സ്ഥിരം അതന്നെ കുടിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തി അവരുടെ ശരീരത്തിനായെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോൾ ഏത് നാട്ടിൽ പോയിട്ട് വെള്ളം കുടിച്ചാലും ഒരു കുഴപ്പമുണ്ടാവില്ല. കാരണം അവരുടെ ശരീരം അത്രയും പവർഫുള്ളായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഇടയല്ലേ മക്കളെക്കാട്ടിയും വലിയൊരു പുള്ളിയുണ്ട് ഇടാം. ദേ മമ്മി ബേക്കറി എന്ന് വെച്ചാൽ മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണേ. ഈ പേട, ഗുലാബ് ജാമ്, ഗീ പേട, പിന്നെ മറ്റേ ഡ്രീം കേക്ക്, ഇങ്ങനത്തെ എല്ലാമാണ് മമ്മീൻ്റെ വീക്ക്നെസ്. നമ്മൾ ബർത്ത്ഡേകളിൽ കേക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മമ്മി എന്താണെന്ന് വെച്ചാൽ മുറിച്ച് ഫ്രിഡ്ജിൽ ഒരു പാത്രത്തിലാക്കി വെക്കും. എന്നിട്ട് ആർക്കും കൊടുക്കാണ്ട് ഒറ്റയ്ക്ക് പോയി തിന്നും. അതാണ് മമ്മീൻ്റെ സ്ഥിരം പരിപാടി. അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കേക്ക് സാധനമല്ല മമ്മിക്ക്. അപ്പം മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ, മമ്മീനെ കണ്ടിട്ടില്ലേ ആദ്യം പഠിക്കണ്ടേ മക്കള്. അവിടെ ചെറിയൊരു പൂജയുണ്ട്. നമ്മളെ ആപ്പൻ മരിച്ചിട്ട് അതിൻ്റെ പൂജ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി പോകണ്ടേ. അപ്പോൾ മക്കളെ വീട്ടിലാക്കിയിട്ട് അങ്ങോട്ട് പോകുന്നത് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവരൊക്കെ ഇറക്കുന്നില്ല, നോക്കട്ടെ. ഇവർ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാമെന്ന്. അവിടെ കളിസ്ഥലത്തെല്ലാം പോയിട്ട് കളിച്ചിട്ടെല്ലാം വന്നിട്ടല്ലേ. അതേപോലെ നമ്മൾ വിട്ടിടാം നമുക്ക്. ദൈവമുണ്ട് ഇവിടുത്തെ ഒരു മുറുക്കുണ്ട്, സ്പെഷ്യൽ മുറുക്ക്, പാപ്പിശ്ശേരി മുറുക്ക് ഫേമസ് ആണ്. അപ്പോൾ മോനിത് ഭയങ്കര ഇഷ്ടമാണ് പാപ്പിശ്ശേരി മുറുക്ക്. നമ്മൾ ഈ പയ്യോളി മിക്സ്ചർ എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രിയപ്പെട്ട സാധനമാണ് ഈ പാപ്പിശ്ശേരി മുറുക്ക്. അത് നിങ്ങൾ കഴിച്ചോന്ന് അറിയില്ല, നമ്മുടെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാ ഡൊണോട്ടാ, അതായത് മറ്റേ വട പോലത്തെ ഒരു സാധനത്തിൻ്റെ മുകളിൽ ക്രീമൊക്കെ തേച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അത് വേണമെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കാം. മമ്മി എന്നാൽ പിന്നെ വേഗം നോക്കും. ജാനുമോള് ഇപ്രാവശ്യം അധികം വേണ്ടാത്തൊന്നും വാങ്ങിയിട്ടില്ല. ഇതുപോലെ കുറച്ച് സ്റ്റിക്കറും മറ്റെല്ലാം വാങ്ങിയേ. അതുകൊണ്ട് പപ്പയും മമ്മിയും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. എൻ്റെ അച്ചുമോളെ കണ്ടേ. അച്ചുമോൾക്ക് ഈ വെള്ളം കുടിക്കുന്നത് വെച്ചാൽ ഭയങ്കര നീറ്റാണ്. ഒരാൾ കുപ്പി കുടിച്ചിട്ടുണ്ട്, ആ കുപ്പി തുടച്ചിട്ട് അച്ചുമോള് പിന്നെ രണ്ടാമത് കുടിക്കുള്ളൂ. അങ്ങനെ ഭയങ്കര നീറ്റിൻ്റെ ആളാണ് നമ്മുടെ അച്ചൂട്ടൻ. ഇന്ന് ഓടിക്കളിച്ച് നല്ല ക്ഷീണമുണ്ട്, ഒരേ വെള്ളം കുടിയാ മോള്. അപ്പോൾ നമ്മൾ സാധനം വാങ്ങി ബില്ല് പേ ചെയ്തപ്പോൾ ഒരു സമ്മാന കൂപ്പൺ ഉണ്ടേ. മുമ്പ് നമ്മളെ ഷോപ്പിൽ ഈ സമ്മാന കൂപ്പൺ ഉണ്ടായിനെ. പിന്നെ ഇത് ഞാൻ നിർത്തിയിട്ട് ഇപ്പോൾ സൂചി ഇറാക്കി. എനിക്കൊന്ന് അതാ ഏറ്റവും എളുപ്പം. സൂചി എറിഞ്ഞ് നടുക്ക് വിളിച്ച കയ്യോടെ സമ്മാനം കിട്ടല്ല. ഇത് സമ്മാന കൂപ്പൺ ഫില്ലാക്കി ഇത് ആർക്കാണ് കിട്ടുക എന്താണെന്ന് അറിയില്ല. ഏതെല്ലാം ഷോപ്പിൽ എപ്പോഴെല്ലാം പോയിട്ട് ഇതുപോലെ സമ്മാന കൂപ്പൺ പൂരിപ്പിച്ചെന്ന് എനിക്ക് തന്നെ ഓർമ്മയില്ല. പക്ഷേ ഇതുവരെ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല. ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. അതിനിടയല്ലേ മോളായിട്ട് ചെറിയൊരു മൽപ്പിടുത്തം. ഹോളിങ്ങനെ വന്നിട്ട് ഇടയ്ക്കൊരു ബലപ്പെടുത്തലും ഉണ്ട്. അപ്പം ഞാനെന്ത് ചെയ്യും, തോറ്റോടിക്കും.
ഓ അന്നേരം ഉള്ളൊരു സന്തോഷം കാണണോ, ഭയങ്കര സന്തോഷമാണ് മോള്. അവിടെ നിന്ന് കിട്ടിയ കൂപ്പൺ ഉണ്ടല്ലോ, 5 എണ്ണം ഉണ്ട്. 5 കണക്കായിട്ട് മമ്മി വീതിച്ചു കൊടുത്തേ. അപ്പം മക്കൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. സമ്മാനം കിട്ടും, ഭാഗ്യം വരുന്നെല്ലാം പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര പ്രതീക്ഷയായി. അങ്ങനെ എല്ലാവരും കൂടി ആ ബോക്സിൽ സമ്മാന കൂപ്പൺ ഇട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പേ മക്കളെ അവസാന ഒരു ശ്രമം, മുട്ടായി വാങ്ങിത്തരുമോ പപ്പയെന്ന് മറ്റൊരു ഷോപ്പിങ്. ഞാൻ പറയാം എന്തായാലും ഇല്ല, വാങ്ങിത്തരൂല. കാരണം മുട്ടായി ഇന്ന് പല്ല് കടാവിൽ മാത്രമല്ല, ഇപ്പോഴത്തെ മുട്ടായിലൊക്കെ എന്തെല്ലാം കെമിക്കൽ കാര്യം ഒന്നും പറഞ്ഞുകൂടാ. അതിൽ ഷുഗറൊന്നും കറക്റ്റ് ഒന്നല്ല, വല്ല രോഗവും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇങ്ങനത്തെല്ലാം തിന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് എന്തായാലും പപ്പ വാങ്ങിക്കൊടുക്കില്ല എന്നങ്ങ് തറപ്പിച്ച് പറഞ്ഞപ്പോൾ ഉണ്ടാണ്ടങ്ങ് നടന്നുപോയി മക്കൾ. നമ്മൾ ഇവിടുന്ന് സാധനം വാങ്ങി ഇറങ്ങുന്നുണ്ടല്ലോ, എപ്പോഴും ഇത് ഇവിടെ എത്തുമ്പോൾ ഒരു ഗെയിമുണ്ടേ, മക്കൾ അതിങ്ങനെ ഉരുട്ടിയൊരു പോക്കുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് തൊട്ട് പിടിക്കുകയുള്ളൂ, മക്കൾക്ക് ഇത് താങ്ങില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒരു കളിയാണ് നേടുന്നത്, അത് താഴെയിറക്കാൻ വേണ്ടിയിട്ട്. അതാണല്ലേ മക്കളെ കളിയാണെന്നല്ലേ. ഇതാ ഇപ്പം മമ്മിയും മക്കളും മാത്രമേ, പപ്പ ഇങ്ങോട്ടേക്ക് വന്നേ. നല്ല വെയിറ്റ് ഉണ്ട് അവർക്ക്, കുന്നമെന്ന് ചെരിഞ്ഞിട്ടായതുകൊണ്ട് അങ്ങനെ ഒരു പിടുത്തം കിട്ടൂല. ഇപ്രാവശ്യം ഇതാ 4 കൂടി ഇതാ മെല്ലെ മെല്ലെ അങ്ങനെ ഇറക്കി താഴേക്ക്. ഇതെല്ലാ പ്രാവശ്യം ഉള്ളതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഈ ട്രോളി ഇറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കളിയാണ്. നമ്മളെ സമ്മാനം നെറുക്കെടുത്തിട്ടപ്പോൾ കിട്ടുക, ഇപ്പം കിട്ടൂല. നേരത്തെ കൂപ്പൺ ഫില്ല് ചെയ്തിട്ട് ആ പെട്ടിയിലിട്ടിട്ടില്ലേ, അതിൻ്റെ സമ്മാനം എപ്പോൾ കിട്ടുമെന്നാണ് അച്ചു ചോദിക്കുന്നത്. ഓക്ക് സമ്മാനം വാങ്ങാൻ തിരക്കായി. അപ്പോൾ നമ്മളേതാ ഇനി അടുത്ത പരിപാടി, ട്രോളിൽ നിന്ന് സാധനം ഡിക്കിയിലേക്ക് കയറ്റില്ലാന്ന്. എല്ലാവരും ഇതാ വാശിയോടെ കയറ്റുകയാണ്. സമയം ലേറ്റായില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് പോകണം. പിന്നെ ഇവർക്ക് ഇതിനകത്ത് വാങ്ങി വെച്ച സാധനം വീട്ടിൽ പോയിട്ട് തിന്നണം, അതിനാദ്യം തിരക്ക്. ഇതാ ട്രോളി ഉന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത നേരെ വീട്ടിലേക്കാണ്. വേറൊന്നുമില്ല, ഇന്നത്തെ ദിവസം ഇവിടെ സന്തോഷത്തോടെ കഴിയുന്നു. ഓക്കെ, ബായ്.